പ്രശാന്തേട്ടാ, ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണങ്ങളാണ് തുടരുന്നത്. അതിനിടയിലാണ് ഈ സന്യാസി സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ പല സന്യാസിമാരും കസ്റ്റഡിയിലാണ് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വ്യാപകമായി നടക്കുന്നു. ഈ അഗർത്തലയിലെല്ലാം ഒരു നയതന്ത്ര കാര്യാലയം, ബംഗ്ലാദേശിൻ്റെ കാര്യാലയം ആക്രമിക്കുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ്. ഇന്ത്യയിലും അതിൻ്റെ തുടർച്ചയായി എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇന്ത്യയിൽ സംഘർഷമല്ല, നമ്മൾ അതിനകത്ത് പഠിക്കേണ്ട ഒരു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ, ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം 1971 തോന്നുന്നു അല്ലേ, ആ രാജ്യം പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തി ഒരു സ്വന്തം രാജ്യമാക്കി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പം അന്ന് തൊട്ടേ പാകിസ്ഥാൻ്റെ അതിൽ നിന്ന് സ്വതന്ത്ര രാഷ്ട്രം ആയപ്പം ആ കാലം തൊട്ടേ പാകിസ്ഥാൻ ആ രാജ്യത്തിനകത്ത് തിരിച്ചു വരണമെന്നും അവരിൽ നിന്ന് പോയതിൻ്റെ ഒരു വൈരാഗ്യബദ്ധത്തോടുകൂടി ആ രാജ്യത്തെ അവരുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നുകൊണ്ട് പോവുകയായിരുന്നു. അപ്പം അതിനകത്ത് കഴിഞ്ഞ പറഞ്ഞതുപോലെ കുറേ നാളുകളായിട്ട് അവിടെ 10-20 കൊല്ലം കൊണ്ട്, എനിക്ക് തോന്നുന്നു 15 തുടർച്ചയായിട്ട് വളരെ ദീർഘദൂരം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണാധികാരിയാണ് ഷേഖ് ഹസീന. അവർ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്തു. അപ്പം ആ രാജ്യത്തിന് പുരോഗതിയിലേക്ക് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമാകുന്ന, അല്ലെങ്കിൽ പുരോഗതി അത്തരത്തിൽ പോകണ്ടെന്ന് ആഗ്രഹിക്കുന്ന പാകിസ്ഥാനും, അല്ലെങ്കിൽ ആ പുരോഗതിയിലേക്ക് പോകണ്ടെന്ന് താല്പര്യപ്പെടുന്ന അമേരിക്ക ഉൾപ്പെടെ അല്ലെങ്കിൽ ചൈന ഉൾപ്പെടെ രാജ്യമുണ്ട്. അവർ പുരോഗതിയിലേക്ക് പോകുന്നതിന് താല്പര്യമില്ലായ്മയ്ക്കപ്പുറം ആ രാജ്യം ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നമ്മളോടാണ്. അപ്പം നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത്, ഇപ്പോൾ ബംഗ്ലാദേശ് അങ്ങ് വളർന്നു പോയാൽ എത്രത്തോളം വളർന്നു പോകും എന്നുള്ളതിനെപ്പറ്റി ഇവിടുത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കറിയാം. പാകിസ്ഥാൻ പിന്നെ വളർച്ചയൊന്നുമല്ല, നമ്മളോട് സ്ഥിരമായിട്ട് ശത്രുതയുണ്ടല്ലോ. അപ്പം ആ രാജ്യത്ത് വരുന്നതിന് വേണ്ടി അമേരിക്ക ബേസ് പലവട്ടം ചോദിച്ചിട്ട് കിട്ടാതെ വരുന്നു. അല്ലെങ്കിൽ ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുന്നതിന് പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി അമേരിക്കയും അല്ലെങ്കിൽ ചൈനയും ഒക്കെ പ്രവർത്തിച്ചെന്നാണ് മനസ്സിലാവുന്നത്. അപ്പം അത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ മതസംഘടന എന്ന് പറയുന്നത് പാകിസ്ഥാനിലും അവർ മതവാദമുള്ളവരാണ്. അവരുടെ അധീനതയിലേക്കാണ് ഈ കലാപം ഉണ്ടാക്കി ആ ഷേഖ് ഹസീനെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് പുറത്താക്കി, അല്ലെങ്കിൽ അവരിപ്പോൾ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത്. അപ്പം അവരുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു ഗവൺമെൻറ്, അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെൻറ്, അതിനകത്തും നമുക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. കാരണം രാജ്യത്തിൻ്റെ പുരോഗതിയിലൂന്നി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ ശത്രുവാക്കാൻ നിൽക്കത്തില്ലല്ലോ. അതായത് അവിടെ ഇത്തരത്തിലൊരു രാഷ്ട്രീയത്തിലേക്കും അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഇത്തരത്തിലേക്ക് ഉടലെടുപ്പിക്കുന്നതിനും സഹായമായത് പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു ഇടപെടിയിൽ അതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിരന്തരം ഇന്ത്യയുമായിട്ടും വിഷയം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. അത് തകർന്ന് തരിപ്പണമായി നിൽക്കുമ്പോഴും ഇന്ത്യക്ക്, അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ ത്രിപുരയിൽ നിന്ന് ധാക്ക വഴി കൊൽക്കത്തയിലേക്ക് പോയ ഒരു ബസ്സിനകത്ത് തടഞ്ഞു നിർത്തി ത്രിപുരക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തൊരു സംഭവമൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഇന്ത്യക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിനും ഇന്ത്യയെ ആക്രമിക്കുന്നതിനും ഒക്കെയുള്ള തയ്യാറെടുപ്പിൽ നിരന്തരമായിട്ട് അവിടുത്തെ ആൾക്കാർ നിൽക്കുകയാണ്. ജനാധിപത്യ സംവിധാനം ശരിക്കും പറഞ്ഞാൽ അവിടെ ഇല്ല. അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചല്ല അവിടെ ഒരു ഗവൺമെൻറ് പോകുന്നത്. അവിടെ ഒരു മതരാഷ്ട്ര സംവിധാനത്തിലേക്ക് പോകുന്ന, അത് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ആ രാജ്യം ഇരിക്കുന്നതുകൊണ്ടാണ് അവിടുത്തെ ന്യൂനപക്ഷത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് അതിശയത്തോടു കൂടി നമുക്ക് കാണാൻ കാര്യമൊന്നുമില്ല. പക്ഷേ ന്യൂനപക്ഷത്തെ വേട്ടയാടുമ്പോൾ അത് ഹിന്ദുക്കൾ അവിടുത്തെ വേട്ടയാടലിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ടും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധന്മാരും ഒക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് ഭൂരിപക്ഷം വരുന്ന, ഈ ഒരു കോടിക്കകത്ത് വരുന്ന ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്ക്, അല്ലെങ്കിൽ ഇന്ത്യ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അവരെ ഉപദ്രവിക്കാൻ പാടില്ല. അത് UN ഉൾപ്പെടെയുള്ളിടത്തും അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് ഇടപെടലിനെ പറ്റി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കുന്നതിൻ്റെ പിറകിലും, അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷത്തെ ഉപദ്രവിച്ചാൽ അതിനകത്ത് ഒരു ആവേശത്തിൽ കയറി ഇന്ത്യ ഇടപെട്ടാൽ ആ ഇടപെടിയിൽ കൊണ്ട് ഈ കലാപത്തിന് ശേഷം എന്തിന് കലാപം ഉണ്ടാക്കി അവിടുത്തെ ഒരു സംവിധാനത്തെ മാറ്റിമറിച്ചു, ആ ഉദ്ദേശം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി അതിന് സഹായമാക്കുന്നവർക്ക് സാധിക്കും. ഇപ്പം അവിടെ നമ്മൾ കടന്നു കയറി, നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ രീതി എന്ന് പറഞ്ഞാൽ, നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ ആക്രമിക്കത്തുള്ളൂ. നമ്മൾ സമാധാനം ലോകത്തുടനീളം വേണമെന്ന് പല രാജ്യങ്ങളും യുദ്ധം നടക്കുമ്പോഴും പല രാജ്യങ്ങളിലും പോയി പറയുന്ന രീതിയിലേക്കുള്ള ആ മുദ്രാവാക്യം വെച്ചിട്ട് UN അംഗത്വമൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യമായിട്ടിരിക്കും. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഇവിടുത്തെ RSSൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെയും ഒരു വികാരത്തിനനുസരിച്ച് ഒരു
ഇടപെടിയിൽ ബംഗ്ലാദേശുമായിട്ടുണ്ടായാൽ അതിന് നിസ്സാരമായിട്ട് ഇന്ത്യക്ക് സാധിക്കും. കാരണം 10,000-70,000 പേര് മാത്രം പട്ടാളം ഉള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അതിനകത്തൊരു 40,000 പേരേ ഉള്ളൂ സൈനികരായിട്ടുള്ളത്, ബാക്കിയെല്ലാം ഓഫീസ് വർക്കന്മാരെ. അപ്പം നമ്മളുടെ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ കൈകാര്യം ചെയ്താൽ അറബ് രാജ്യങ്ങൾ ഇടപെടും, നമുക്ക് അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടമാകും. ഈ കാരണം കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇടപെടാം, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇടപെടാം. എന്തിനിടപെടുന്നു? നമ്മളെ ബാൻ ചെയ്യാൻ പറ്റും പല രീതിയിൽ. നമ്മളെ ബാൻ ചെയ്താൽ നമ്മൾ മാനുഫാക്ചറിങ്ങിൽ അല്ലെ ഇന്ത്യ മേക്കിംഗ് ഇന്ത്യയിലൊക്കെ മുന്നോട്ട് നയിക്കുക, ലോകത്ത് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റി അയക്കുകയും ഏറ്റവും വലിയൊരു രീതിയിലേക്ക് ഗ്രോത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയാണ്. അതായത് നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ 2014 ശേഷം അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയെ നാളെ കാലത്തെ ചൈനയൊക്കെ മറികടക്കാനും അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടും മറ്റ് വികസിത രാജ്യങ്ങളുമായിട്ടും മത്സരിക്കാൻ തക്കോണം ഇന്ത്യ മുന്നേറുന്നത് മനസ്സിലാവുന്നുണ്ട്. അതിന് ആ രീതിയിലേക്ക് പോകുന്ന ഇന്ത്യക്ക് തടസ്സമാകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ശ്രമം. അതിനാണ് നിരന്തരമായിട്ട് ഈ ശ്രമം ചെല്ലുന്നത്. പക്ഷേ ഇന്ത്യ അതിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നില്ല. നമ്മളിപ്പോൾ നമുക്ക് ബംഗ്ലാദേശ് ഇങ്ങോട്ട് ഒരു മിസൈലോ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനൊരു തോക്കെടുത്ത് ചുമ്മാതെ വെടിവെച്ചാൽ നമുക്ക് ആ കാരണം പറഞ്ഞ് അങ്ങോട്ട് അടിക്കാൻ പറ്റും. അത്തരത്തിൽ ഇങ്ങോട്ട് ആക്രമിക്കുമെന്ന് പറയുന്നതല്ലാതെ, ഇതുപോലെ അസാരസ്യങ്ങൾ ഉണ്ടാക്കുന്നതല്ലാതെ ബംഗ്ലാദേശ് നമ്മളെ ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നില്ല. ആ രാജ്യത്തിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്കകത്ത് മറ്റൊരു രാജ്യം കടന്നു കയറി എന്ന കാരണം പറഞ്ഞ് നമ്മൾക്കെതിരെ ലോക രാജ്യങ്ങളെ തിരിക്കുന്നതിന് വേണ്ടി ഇപ്പം ബംഗ്ലാദേശ് നയിച്ചുകൊണ്ടു പോകുന്ന ഗവൺമെൻറ്റിനെയും അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇടപെടലുണ്ട്. അതിനുവേണ്ടിയാണ് ഇപ്പം ലോകം മൊത്തം ഹിന്ദുക്കൾ സംഘടിക്കണമെന്ന് RSS പറഞ്ഞ് ഹിന്ദുക്കൾ സംഘടിക്കുന്നു, പ്രകടനം നടത്തുന്നു, പ്രതിഷേധം നടത്തുന്നു. പക്ഷേ ഇന്ത്യ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു വിഷയത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നതിന്, നരേന്ദ്രമോദി അത്തരത്തിൽ ഇടപെടാതിരിക്കുന്നതിന് കാരണം അതാണ്. കാരണം പണ്ട് ഈ ഒരു വിഷയത്തിൽ ഉരുത്തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ആൾ ശ്രമിച്ച ശേഷം ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഭാവി എവിടെയാണ് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ അവർ പരാജയപ്പെടുന്നതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിയിലൂടെ നടന്നതാണെന്ന് പറഞ്ഞ് കോടതി വിധി വന്നു. അതിനുശേഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അവർ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അവർ അധികാരത്തിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയുണ്ടായി, പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അന്നേ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ആൾക്കാർ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സം നിൽക്കുകയും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഭരണാധികാരികൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന സമയത്തെല്ലാം ഈ രീതിയിൽ ഇടപെടൽ നടത്തുന്നതിന് ഉദാഹരണമാണ് ഞാൻ ഇന്ദിരാഗാന്ധിയുടെ കാര്യം തൊട്ട് പറഞ്ഞത്. അവരും ഈ പറയുന്നത് പോലെ അവർക്ക് തീരുമാനങ്ങളുണ്ടായിരുന്നു, ഇന്ത്യയുടെ തീരുമാനങ്ങളുണ്ടായിരുന്നു. ചില രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ തിട്ടൂരം നടപ്പാക്കി കൊടുക്കുന്നതിന് വേണ്ടി നിന്നു കൊടുക്കാത്ത നേതാവായിരുന്നു. ഇത് തന്നെയാണ് ഇപ്പം നമ്മുടെ നരേന്ദ്രമോദിയുടെ പ്രശ്നം. നരേന്ദ്രമോദിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിഷയമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയുടെ പ്രശ്നമാണ്, ഇന്ത്യക്കകത്തുള്ള ആളിൻ്റെ വിഷയമാണ്. ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിൽ 2050 കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിനകത്ത് കുഴപ്പങ്ങളുണ്ടാക്കി ഒരു കലാപമോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യമായിട്ടുള്ള യുദ്ധമോ ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ആ രാജ്യത്തെ പുറകോട്ട് നയിക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് വീണ് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ബംഗ്ലാദേശിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ത്രിപുരയിലെ മുഖ്യമന്ത്രി മണിക് സാഹ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ത്രിപുരയിൽ നിന്നും വന്നിട്ടുള്ള ജനങ്ങളെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പണി നൽകും. വിമോചന സമര കാലത്ത് നിങ്ങളുടെ കൂടെ നിന്നാണ് ത്രിപുരക്കാർ, നിങ്ങളുടെ ഭാഗമായിട്ട് നിന്നാണ്, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ പണി കൊടുക്കും എന്ന് പറയുകയും ത്രിപുര കൊടുത്തിരിക്കുന്ന കറണ്ട് കട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യും. ഇപ്പം തന്നെ ഈ ത്രിപുര അഗർത്തലയിൽ ബംഗ്ലാദേശിന്റെ നയതന്ത്ര കാര്യാലയം ഒരു സംഘം ആക്രമിച്ചിട്ടുണ്ട്. അത് തന്നെ ആ ജനങ്ങൾ പ്രക്ഷുബ്ധമാവുകയാണ്. അപ്പോൾ അത്തരത്തിൽ നയതന്ത്ര കാര്യാലയം ആക്രമിക്കുമ്പോൾ ബംഗ്ലാദേശ് നേരത്തെ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ നയതന്ത്ര കാര്യാലയം ആക്രമിക്കുന്നു, ഞങ്ങളുടെ കൊടികൾ കത്തിക്കുന്നു. ഇത്തരത്തിൽ ഇവിടുത്തെ ഹിന്ദുക്കൾ വയലൻ്റായി അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ വികാരത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി രാജ്യവിരുദ്ധ ശക്തിയിൽ കൂടെ നിന്ന് കൊടുക്കും. ഇതിൻ്റെ വരുംവരാഴികളാണ് നമ്മൾ പറഞ്ഞത്. അതിന് അത്തരത്തിലുള്ള വരുംവരാഴികൾ ഉണ്ടെന്ന് ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്കല്ലേ മനസ്സിലാകത്തുള്ളൂ. അല്ലാത്ത ആൾക്കാരുടെ വികാരം മതവും അല്ലെങ്കിൽ ജാതിയും അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നമൊക്കെ ആകുമ്പോൾ ഈ രാജ്യങ്ങളെ ഉരുത്തിരിച്ച് ഇതുപോലെ ബംഗ്ലാദേശിലെ ഹൈക്കമ്മീഷൻ ഓഫീസുകൾ തകർക്കുക, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ ഉപദ്രവിക്കുക, അവരുടെ കത്തിക്കുക, ഈ രീതിയിൽ ഇപ്പം ഖാലിസ്ഥാനിൽ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ആ രീതിയിലാവുമ്പം രാജ്യങ്ങൾക്ക് ഇടപെടാൻ സാധിക്കും. ആ ഒരു ഇടപെടലിന് വേണ്ടിയാണ് ഈ പറയുന്നത് പോലെ ഇപ്പോഴും ബംഗ്ലാദേശിനെ അല്ലെങ്കിൽ അവർ ഉരുത്തിരിച്ചെടുത്ത ഭരണാധികാരികളെ കൊണ്ടും അവിടുത്തെ മതസംഘടനകളെ കൊണ്ടും ശ്രമിക്കുന്നത്.
ലോകത്തുടനീളം ഇപ്പോൾ ഒരു ഹൈന്ദവ വിഭാഗത്തിനെതിരെ ഒരു ആക്രമണം നടക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ കുറച്ച് നാൾ മുമ്പായിരുന്നു കാനഡയിലും ഇത്ര സമാനമായ രീതിയിൽ തന്നെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അല്ല, ഈ ലോകത്തുടനീളം ഇത്തരത്തിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കും. നമ്മൾ പരിശോധിക്കാത്തതുകൊണ്ട് ഉടനീളം എല്ലാ കാലങ്ങളും നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് 2014 ശേഷം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ലോകത്തുടനീളമുള്ള ഹിന്ദുക്കളെ ആ ലോകത്തെ അതാത് രാജ്യങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം കൊടുക്കുന്നതിനും അവൾക്കിടെ ആക്രമണത്തിന് രാജ്യങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതായത് നമുക്ക് അത്രയും കരുത്തുണ്ടായി. ഇപ്പോൾ അമേരിക്കക്കാരൻ ഒരാൾ വന്ന് ഏത് ലോകത്ത് എവിടെ ചെന്നാലും അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഉടനെ തന്നെ അവൻ്റെ കാര്യത്തിനകത്ത് ആ പൗരന്മാരെ കൂടുതൽ പരിഗണന കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരനെ ഉപദ്രവിച്ചാൽ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിലെ ഉള്ള ജനങ്ങൾക്ക് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്തോട് എവിടെ നിന്നാലും ഇന്ത്യക്കാരന് പ്രത്യേക ഒരു അംഗീകാരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ബംഗ്ലാദേശിലെ വിഷയം ഇത്രയും ലോകത്ത് ചർച്ചയാവുന്നതും ലോകത്തുടനീളമുള്ള ഹിന്ദുക്കൾ പ്രകടനം നടത്തുന്നതും അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആ വിഷയം അതാത് രാജ്യത്തെ ഇസ്കോൺ വിഷയം തന്നെ അമേരിക്ക വിഷയമായില്ലേ, അവിടെ സന്യാസിപര്യമാരുണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടനിലായില്ലേ, യൂറോപ്യൻ രാജ്യങ്ങൾ പലയിടത്തും വിഷയമായില്ലേ, അവിടുത്തെ ഹിന്ദുക്കൾ സംഘടിക്കുന്നില്ലേ. ഇപ്പം തന്നെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും സംഘടി ലോകത്തുടനീളം. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ പല യുദ്ധങ്ങളും നടന്നല്ലോ, നിങ്ങൾ കണ്ടിട്ടോ. ഇതിനു മുമ്പ് യുദ്ധങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ പൗരന്മാരെ കയറ്റി വിടണമെന്ന് പറയുമ്പോൾ റഷ്യ എന്തോ സംഭവിച്ചത്, നമ്മുടെ പൗരന്മാരെ കയറ്റി വിടണമെന്ന് പറയുമ്പോൾ യുദ്ധം നിർത്തി തന്നു. എവിടെ നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് ഇന്ത്യയിൽ? അല്ലെങ്കിൽ മറ്റ് പലയിടത്തും യുദ്ധം നടക്കുന്നുണ്ടായിരുന്നല്ലോ. നമ്മുടെ ആൾക്കാരെ ഒഴിപ്പിക്കണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിർത്തുന്നത്? അപ്പം നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് അറിയാൻ വയ്യാത്ത രീതിയിലേക്ക് നമ്മുടെ രാജ്യം വളർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള ഓപ്പറേഷൻസ് മറ്റ് രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. അതിന് പല ഉദാഹരണങ്ങൾ നമ്മുടെ അതിർത്തി രാജ്യങ്ങൾ. ഇപ്പം ബംഗ്ലാദേശിന് മുമ്പ് പല രാജ്യങ്ങളുമായിട്ട് ശ്രീലങ്ക കലാപം ഉണ്ടാക്കി തന്നില്ലേ. ഇതെല്ലാം നമ്മൾ പാച്ചപ്പ് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിലെ വിഷയം നമ്മൾ പാച്ചപ്പ് ചെയ്യും. ചാടിക്കയറി പ്രകോപനം ഉണ്ടാക്കി ഉള്ള രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു ബംഗ്ലാദേശിലെ ഗവൺമെൻറ് അട്ടിമറി. അത് നടക്കാതെ വന്നപ്പോൾ വീണ്ടും ഷേഖ് ഹസീനയുടെ വിഷയം വെച്ച് നമ്മൾ അന്ന് ആക്രമിക്കാൻ നോക്കി. പലവട്ടം നമ്മുടെ പല വിഷയങ്ങളുണ്ടായില്ലേ, അവിടുന്ന് മത്സ്യത്തെ തരത്തില്ല, അല്ലെങ്കിൽ അവിടുത്തെ നമ്മളുമായിട്ടുള്ള കരാറുകൾ റദ്ദ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ചെയ്യാൻ പോകുന്നില്ല, അപ്പം അവർക്ക് തന്നെ ദോഷമായിട്ട് വരുന്നു. ഇപ്പം അവിടെ നിന്നുള്ള ഇവിടുത്തെ വ്യാപാരികളെ ഉദ്ധരിക്കും, നമ്മളന്നേരം ഇവിടെ. ഇപ്പോൾ എല്ലാ രീതിയിലും ഇപ്പോൾ ഏറ്റവും അവസാനം ഞാനീ പറഞ്ഞത്, ബംഗ്ലാദേശികൾക്ക് ത്രിപുര സർക്കാർ ചെറിയ പണി കൊടുത്തിരിക്കേണ്ട ഏതാണ്ട് 150 കോടി രൂപയോളം ത്രിപുര വൈദ്യുതി ബംഗ്ലാദേശിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുടിശ്ശിക തീർത്തില്ലെങ്കിൽ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നേരത്തെ അദാനിയുമായിട്ടുള്ള വിഷയം വെച്ചിട്ട് അദാനി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കാല് പിടിച്ചിട്ട് അദാനി കുറച്ച് ഇളവ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇന്ത്യക്കാരോട് എതിർത്ത് നിന്നതിനും അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ആക്രമിക്കുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ തയ്യാറായപ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അവരെ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് തയ്യാറായില്ലെങ്കിൽ പോലും ത്രിപുര പോലൊരു കൊച്ചു സംസ്ഥാനം ചെറിയ പണി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇവിടെ വ്യാപാരത്തിന് വരുന്നവരെയും ചികിത്സയ്ക്ക് വരുന്നവരെയും ഒക്കെ, അതായത് ഇപ്പം ഈ ബംഗ്ലാദേശിലും ആസാമിലും മറ്റിടത്തുമൊക്കെ നമുക്കിപ്പം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആസാമിലൊരു ഡോക്ടർ തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൻ്റെ മുമ്പിൽ ദേശീയ പതാക ഉണ്ടാക്കിയിട്ട് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ബംഗ്ലാദേശികൾ ചികിത്സ നൽകണമെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പതാകയെ വണങ്ങിയതിന് ശേഷം അകത്ത് കയറി വന്നാൽ മാത്രമേ ചികിത്സ നൽകത്തുള്ളൂ. ഇതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ ഉള്ള ഒരു ഇടപെടലിലേക്ക്, അതായത് രാജ്യത്തിനകത്തുള്ള അവർ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ അത്ര വലുതായി കാണുന്നു, അല്ലെങ്കിൽ ഇന്ത്യയെ ആക്ഷേപിക്കുകയും ഇന്ത്യയുടെ ദേശീയ പതാക കത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഏത് ബംഗ്ലാദേശിയായാലും ഇന്ത്യയിൽ അത്ര സ്വൈര്യമായിട്ട് പോകാനോ അല്ലെങ്കിൽ അത് ബംഗ്ലാദേശിൽ തന്നെ ആയാലും അത്ര സ്വൈര്യമായിട്ട് പോകാനോ സാധിക്കത്തില്ല എന്നുള്ള രീതിയിലേക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യ തയ്യാറാവുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ടില്ലെങ്കിൽ പോലും ബംഗ്ലാദേശിനെ പ്രതിസന്ധിയിലാക്കാൻ ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനത്തിന് പോലും സാധിക്കും എന്നുള്ളതാണ് നമുക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.